ഭീകര ശൃംഖലയുമായി ബന്ധം ആസാമിൽ നിന്നുള്ള യുവാവിനെ ചോദ്യം ചെയ്യാൻ UP ATS നീക്കം നടത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലയുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ആസാം ഘട്ടിലെ മുഹമ്മദ് ഷെയ്ഖ് എന്നയാളെ UP ഭീകരവിരുദ്ധ സേന ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അന്വേഷണ വിവരങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ ആയുധമാക്കിക്കൊണ്ട് യുവാക്കളെ കണ്ടെത്തുകയും അവരെ വിദേശ ഹാൻഡിൽമാരുമായി തന്നെ ബന്ധപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ശൃംഖല പിന്തുടരുന്നത്. സമീപ വർഷങ്ങളിലായി തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പുറത്തുവന്ന പല കേസുകളിലും സമാനമായ പ്രവർത്തന രീതികളാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇതൊരു വ്യക്തിയെ മാത്രം സംബന്ധിക്കുന്ന വിഷയമല്ല എന്നും വലിയൊരു റിക്രൂട്ട്മെന്റ് ശൃംഖലയുടെ ഭാഗമാണ് എന്നതാണ് അത് പരിശോധിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഒരു വനിതാ രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്താൻ അവിടെ നിർദ്ദേശം ലഭിച്ചിരുന്നുവെന്ന അന്വേഷണ സൂചനകൾ ശരിയാണെങ്കിൽ ഇത് സാധാരണ ക്രിമിനൽ കേസിന്റെ പരിധി കടന്നുകൊണ്ട് രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ശ്രമമായി തന്നെ കണക്കാക്കപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തെ ഭീഷണിപ്പെടുത്തുന്ന ഇത്തരം ആരോപണങ്ങൾ അവിടെ തെളിയിക്കപ്പെടുകയാണ് എങ്കിൽ ദേശീയ സുരക്ഷയുടെ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം നേടും. ഇയാളിൽ നിന്ന് 9 mm തോക്കും വെടിയുണ്ടകളും പിടിച്ചെടുത്തതായി തന്നെ അന്വേഷണ സംഘം ഇവിടെ പുറത്തു പറയുന്നു. ഈ സാഹചര്യത്തിൽ ആയുധങ്ങളുടെ ഉറവിടം കണ്ടെത്തുക അന്വേഷണത്തിലെ നിർണായക ഘടകമായി തന്നെ മാറും. കാരണം ഇത്തരം കേസുകളിൽ ആയുധ വിതരണ ശൃംഖല അത് കണ്ടെത്തുന്നത് പലപ്പോഴും വലിയ നെറ്റ്വർക്കുകളിലേക്ക് തന്നെയാണ് എത്തിച്ചേരാൻ സഹായിക്കാറുള്ളത്. അതേസമയം കേസ് ഇപ്പോഴും അന്വേഷണ ഘട്ടത്തിലാണ് എന്ന കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുമാണ്. അന്വേഷണ ഏജൻസികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്നും അതിനാൽ തന്നെ അന്തിമ നിഗമനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ അന്വേഷണ ഫലങ്ങളും നിയമ നടപടികളും കാത്തിരിക്കേണ്ടതുണ്ട്. അതേസമയം ഭാരതീയ ന്യായ സംഹിത, ആയുധ നിയമം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഇത് പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും ഡിജിറ്റൽ ആശയവിനിമയങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അതേസമയം സോഷ്യൽ മീഡിയ വഴിയുള്ള റിക്രൂട്ട്മെന്റ്, വിദേശ ഹാൻഡിൽമാരുമായുള്ള ബന്ധം, രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യമിട്ടെന്ന ഗുരുതര ആരോപണം, അനധികൃത ആയുധങ്ങൾ, ദേശീയ സുരക്ഷയെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഈ കേസിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതേപോലെ തന്നെ മുഹമ്മദ് ഷെയ്ഖിന്റെ ആ ചോദ്യം ചെയ്യലിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അതുപ്രകാരം ഇന്ത്യയിലെ ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണത്തിന് പുതിയ വഴിത്തിരിവാകുമോ എന്നതാണിപ്പോൾ ഇവിടെ രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.